Markovnikov's rule. When an unsymmetrical species is added to an unsaturated system, at that time, the negative part of the attacking group will goes to carbon which containing least number of hydrogen atom എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള Cl- ഈ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിലെ മൾട്ടിപ്പിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിലെ ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റമുള്ളിടത്തേക്ക് വരും. ക്ലിയർ? അതേപോലെ തന്നെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. HBr യൂസ് ചെയ്താലും Br- ഈ കാർബൺ ആറ്റത്തിലേക്കാണ് വരുന്നത്, H+ അടുത്ത കാർബൺ ആറ്റത്തിലേക്ക് പോകും. അതേസമയത്ത് ആന്റി മർക്കോണിക്കോസ് റൂൾ ഓർ കറാഷി ഇഫക്റ്റ് എന്നുള്ളൊരു കേസ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇതേ റിയാക്ഷൻ തന്നെ, പക്ഷേ എന്ത് പ്രശ്നം വരുമെന്ന് വെച്ചാൽ അസറ്റൈൽ പെറോക്സൈഡ്, ഒരു ഓർഗാനിക് പെറോക്സൈഡിന്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടത്തുന്നതെങ്കിൽ ഇവിടെ H+ഉം Br- ആയിട്ടല്ല മാറുക, Br റാഡിക്കൽ ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. Br റാഡിക്കൽ, ഫ്രീ റാഡിക്കൽ. ആ Br റാഡിക്കൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിലെ മൾട്ടിപ്പിൾ ബോണ്ടിലെ ഏറ്റവും കൂടുതൽ നമ്പർ ഹൈഡ്രജൻ ആറ്റമുള്ളിടത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. ഇതേ റിയാക്ഷൻ ഒരു കാരണവശാലും HCl വർക്ക് ആവില്ല. മർക്കോണിക്കോസ് റൂൾ പ്രകാരം മാത്രമേ പ്രൊഡക്റ്റ് തരൂ, ഈവൻ ദോ വി ടേക്ക് ഇറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് അസറ്റൈൽ പെറോക്സൈഡ്. അതിന് കാരണം HClന്റെ ബോണ്ട് സ്ട്രെങ്ത് ആണ്. ബോണ്ട് സ്ട്രെങ്ത് കൂടിയത് കാരണം HCl ഒരു കാരണവശാലും Cl